6 വയസ്സുകാരനായ ഒരു കുട്ടി 50 രൂപ നോട്ടുമായി ദൈവത്തെ വാങ്ങാൻ ഇറങ്ങുകയാണ്. ഒന്നാമത്തെ കടയിൽ ചെന്ന് അവൻ കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ ദൈവത്തെ വിൽക്കുമോ? നീ എന്താ ആളെ കളിയാക്കുകയാണ് എന്ന് ചോദിച്ചു കടക്കാരൻ അവനെ മടക്കി അയച്ചു. രണ്ടാമത്തെ കടയിലും കുട്ടി ചെന്ന് ചോദിച്ചു, ഇവിടെ ദൈവത്തെ വിൽക്കുമോ? അയാളും അവനെ മടക്കി അയക്കുകയാണ്. 3, 4, 5 അങ്ങനെ ഒരുപാട് കടകളിൽ കുട്ടി ദൈവത്തെ അന്വേഷിച്ച് കയറി ഇറങ്ങി. എല്ലാവരും അവനെ മടക്കി അയച്ചു. സന്ധ്യാസമയമായപ്പോൾ അവൻ 70ാമത്തെ കടയിൽ ചെന്ന് കയറുകയാണ്. അവിടെ ഒരു വൃദ്ധനായൊരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് ഈ കുട്ടി ചോദിച്ചു, ഏട്ടാ ഇവിടെ ദൈവത്തെ വിൽക്കുമോ? കുട്ടിയുടെ വിചിത്രമായി ചോദ്യം കേട്ട ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, ആട്ടെ നിനക്ക് എന്തിനാണ് ദൈവത്തെ? കുട്ടി കഥ പറയാൻ തുടങ്ങി. 2-3 വർഷം മുമ്പാണ് എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെടുന്നത്. അതിനുശേഷം എന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ അങ്കിളാണ്. എൻ്റെ അങ്കിളാവട്ടെ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് പറ്റി ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു, ദൈവത്തിന് മാത്രമേ നിൻ്റെ അങ്കിളിനെ രക്ഷിക്കാനാവൂ. ഞാൻ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയതാണ്. കുട്ടിയുടെ ഈ നിഷ്കളങ്കമായ മറുപടി കേട്ട ആ വൃദ്ധനായ മനുഷ്യൻ അവനോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അവനൊരു 50 രൂപ നോട്ട് നീട്ടി പറഞ്ഞു, എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. അയാൾ പറഞ്ഞു, ദൈവത്തിന് കൃത്യം 50 രൂപയെ വരൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ കുപ്പിയെടുത്ത് അതിലൽപ്പം തേനൊഴിച്ച് ആ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ അങ്കിളിന് കൊടുക്കണം, ഇതാണ് ദൈവം. കുട്ടി വിചാരിച്ചത് ദൈവം എന്ന് പറയുന്നത് എന്തോ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എന്തോ സാധനമാണെന്നാണ്. കുട്ടി വളരെ സന്തോഷത്തോടു കൂടി ദൈവത്തെ വാങ്ങിയ സന്തോഷത്തോടു കൂടി ആശുപത്രിയിലെത്തി. അവിടെ ചെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിതാ ദൈവത്തെ വാങ്ങിയിരിക്കുന്നു, എൻ്റെ അങ്കിള് രക്ഷപ്പെടാൻ പോകുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തു. ഒരു വലിയ മെഡിക്കൽ സംഘം ഈ അങ്കിളിനെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിൻ്റെ പരിചരണത്തിനായി ആശുപത്രിയിലെത്തുകയാണ്. അവർ അദ്ദേഹത്തെ ചികിത്സിച്ചു. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. പരിപൂർണ സുഖം പ്രാപിച്ച് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ആശുപത്രി അധികൃതർ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബില്ലുമായി വന്നു. ഒരു വലിയ സംഖ്യ ബില്ല് കണ്ട അദ്ദേഹം ഈ അങ്കിൾ ഞെട്ടിപ്പോവുകയാണ്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു അറിയിപ്പ് വന്നു, ഓ സോറി ക്ഷമിക്കണം, നിങ്ങളുടെ ബില്ലൊക്കെ ഓൾറെഡി പേ ചെയ്തതാണ് കേട്ടോ, ഓൾറെഡി ബില്ല് ക്ലോസ് ചെയ്തതാണ്, ഞങ്ങളുടെ അടുത്തൊരു തെറ്റ് പറ്റിയതാണ്. ഇയാളാകെ അത്ഭുതപ്പെട്ടു പോയി. ഈ കുട്ടിയോട് അങ്കിൾ എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഈ കുട്ടി ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയതും ഈ വൃദ്ധനായ മനുഷ്യനെ കണ്ടുമുട്ടിയ എല്ലാ കാര്യങ്ങളും കുട്ടി അങ്കിളിനോട് പറഞ്ഞു. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ആ മനുഷ്യൻ. ഈ കുട്ടിയും അങ്കിളും കൂടി ആ വൃദ്ധനായ മനുഷ്യനെ കാണാൻ പോയി. അദ്ദേഹത്തോട് ഈ അങ്കിൾ നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ സമയത്ത് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്നോടല്ല നന്ദി പറയേണ്ടത്. ഒരു ദിവസം രാവിലെ മുതൽ സന്ധ്യാസമയം വരെ താങ്കൾക്ക് വേണ്ടി ദൈവത്തെ അന്വേഷിച്ച് നടന്ന ഈ കുട്ടിയോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത്. നല്ലൊരു മനസ്സുള്ള ആൾക്ക് ദൈവത്തെ കാണാൻ കഴിയൂ, നല്ല മനസ്സിനുടമകൾക്ക് ദൈവത്തെ വാങ്ങാൻ കഴിയും. അദ്ദേഹം മറുപടി നൽകി.